10 വർഷം മുമ്പ് ഒരു പാട്ട് കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ആ പാട്ട് ആലപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അക്കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, തിരുഹൃദയ കാരുണ്യത്തണൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കരതാരിൽ മുഖമൊന്നമർത്തി ഈ ജീവിത കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ ജീവിത കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ നീറുന്ന ഓർമ്മകളെല്ലാം ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ക്രൂശിത രൂപത്തിൽ നോക്കി ഒന്നനുദപിക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ ക്രൂശിത രൂപത്തെ നോക്കി ഒന്നനുദപിക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ വചനം അനുസരിച്ചെന്നും ഒന്നു ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, തിരുഹൃദയ കാരുണ്യത്തണൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കരതാരിൽ മുഖമൊന്നമർത്തി. ഈ പാട്ടിന്റെ മുഖ്യ ആശയം എന്താണെന്നറിയാമോ? കഴിഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് ഇന്നത്തെ സർമൺ ടൈറ്റിൽ, കഴിഞ്ഞിരുന്നെങ്കിൽ. ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്ന് കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു ആഗ്രഹമാണ് ഈ ഗാനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ കരതാരിൽ മുഖമൊന്നമർത്തി കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, തിരുഹൃദയ കാരുണ്യ തണലിൽ ഒന്ന് മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ വചനം അനുസരിച്ചെന്നും ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇതെല്ലാം ഹൃദയത്തിലുള്ള ആത്മീയ ആഗ്രഹങ്ങളാണ്. എന്നാൽ അവ യാഥാർത്ഥ്യമാകാതെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന നിലയിൽ ആണ് ഈ വ്യക്തി ഇരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് പള്ളി പോകാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒന്ന് ക്ഷമിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. കർത്താവിന്റെ കരങ്ങളിൽ ചായണം ഈ വ്യക്തിക്ക്. അവിടുത്തെ സ്നേഹത്തിൽ ആശ്വാസം കണ്ടെത്തണം ഈ വ്യക്തിക്ക്. അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഈ വ്യക്തിക്ക്. നമ്മുടെ ജീവിതവും പലപ്പോഴും അങ്ങനെയല്ലേ? എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം, പക്ഷേ സമയമില്ല. എനിക്ക് ദൈവത്തെ കൂടുതൽ സേവിക്കണം, പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ല. എനിക്ക് ആത്മീകമായി വളരണം, പക്ഷേ പല പല തടസ്സങ്ങളുണ്ട്. ഒരു ചെറിയ വാക്കാണ് ഈ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതിൻ്റെ ഇടയ്ക്ക് വേറൊരു സിനോണിം ഉപയോഗിക്കണമെങ്കിൽ ആ സിനോണിം ഇതാണ്, പക്ഷേ. ഞാൻ രാവിലെ എണ്ണിക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഒരു 3 മണിക്കൂർ ഇരുന്ന് വേദപുസ്തകം വായിക്കണം എനിക്ക്. കഴിഞ്ഞിരുന്നെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം ശത്രുവോ അതോ സാഹചര്യങ്ങളോ അല്ല, ഒരു വാക്കാണ്. എന്താണെന്നറിയാം? പക്ഷേ. കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു ചെറിയ വാക്കാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് നോക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ആദ്യത്തെ പോയിന്റാണ്, എനിക്ക് മലമുകളിൽ കയറി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, പക്ഷേ എനിക്ക് പുരുഷാരത്തെ വിടാൻ പ്രയാസമാണ്. എനിക്ക് മലമുകളിൽ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് എനിക്ക് വേണം. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലോട്ട് കയറണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പുരുഷാരത്തെ അല്ലെങ്കിൽ എനിക്ക് ക്രൗഡിനെ അല്ലെങ്കിൽ സ്നേഹിതന്മാരെ വിടുവാൻ സാധിക്കുന്നില്ല. അസൈൻമെന്റ്സ് ഉണ്ട്, പക്ഷെ ഇതൊന്നും വിടുവാൻ സാധിക്കുന്നില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു സമയമായിരുന്നത്. നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ, 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. എന്താണെന്നറിയാമോ? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ അത്ഭുതകരമായി പോഷിച്ച ഒരു ഭാഗമുണ്ട് ഈ അധ്യായത്തിൽ.
നൂറുകണക്കിന് ആളുകളെ, വ്യക്തികളെ സൗഖ്യപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട് ഇതിൽ. ജനക്കൂട്ടം 5000 പേരെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല പീക്ക് എക്സ്പീരിയൻസ് ആണ്. ജനക്കൂട്ടം യേശുവിനെ ചുറ്റിയിരുന്നു, ശിഷ്യന്മാർ കൂടെയുണ്ട്. എന്നിട്ടും യേശു ഒരു കാര്യം മനസ്സിലാക്കി: ജനക്കൂട്ടത്തിനിടയിൽ ചെലവഴിക്കുന്ന സമയം ദൈവ സാന്നിധ്യത്തിൽ ചെലവഴിക്കുന്ന സമയത്തിന് പകരമാകാൻ പാടില്ല. സങ്കീർത്തനക്കാരൻ 84 എഴുതിയത്, an hour spent in his presence is better than thousands of hours spent elsewhere. I would rather be the doorkeeper of the house of the Lord than dwell in the house of the wicked. അതുകൊണ്ടാണ് യേശു എല്ലാം മാറ്റിവെച്ച് മലമുകളിലേക്ക് കയറിയത്. നമ്മൾക്കും പ്രാർത്ഥിക്കണം. ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. പുരുഷാരത്തെ വിടുവാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാ വിശ്വാസികളും ഇത് പറയും: എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം, ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ എനിക്ക് ഭയങ്കര ജോലിയുടെ തിരക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായ ഉത്തരവാദിത്വമുണ്ട്, കുടുംബമുണ്ട് എനിക്ക്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബമുണ്ട്, ശരിയാ, ജോലി തിരക്കുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഫോൺ കോൾസ്, കോൺസ്റ്റന്റ് ഫോൺ കോൾസാ. സമയമില്ലെന്നേ, പ്രാർത്ഥിക്കാൻ സമയമില്ല. പിന്നെ സോഷ്യൽ മീഡിയ. ഞാൻ എത്ര വിശ്വാസികളെ കണ്ടിട്ടുണ്ട്, രാത്രിയിൽ 12 മണി ആയാലും ഉറക്കമില്ലെന്നേ, പ്രാർത്ഥനയില്ല, സോഷ്യൽ മീഡിയയില. എനിക്ക് എൻ്റെ സെൽഫോണിൽ കാണാൻ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ. ഇതൊന്നും വിട്ടിട്ട് നമുക്ക് ഫേസ്ബുക്ക് വിടാൻ സാധിക്കത്തില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് നോക്കുവാൻ സാധിക്കും? ഫെയ്ത്ത് ബുക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് മാറ്റണം. ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഇതിലെല്ലാം നിന്നും ഇറങ്ങുവാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശുവിന് എത്ര പുരുഷാരമുണ്ടായിരുന്നു, എത്ര ജനക്കൂട്ടമുണ്ടായിരുന്നു, എത്രയോ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു. പക്ഷെ യേശു പ്രാർത്ഥിക്കേണ്ട സമയത്ത് എല്ലാം മാറ്റിവെച്ചിട്ട് യേശു ചെയ്യുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു പക്ഷേ ആയി മാറുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മാറിപ്പോയി. യേശുവിന് തിരക്കുണ്ടായിരുന്നു കേട്ടോ. യേശു വെറുതെ ഇരിക്കുന്ന വ്യക്തി അല്ലായിരുന്നു കേട്ടോ. ഈവൻ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നമുക്ക് നോക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുകയാണെങ്കിൽ, പൗലോസ് അപ്പോസ്തലന്റെ തിരക്കുള്ളതായ ഒരു മിനിസ്ട്രി ആയിരുന്നു. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയായിരുന്നു. തിരക്കിനേക്കാളും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മുടെ പ്രശ്നം സമയക്കുറവല്ല, നമ്മുടെ പ്രശ്നം പ്രീ പ്ലാനിങ് ഇല്ല, ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഇല്ല. ആര് വിളിച്ചാലും എന്തോ ചെയ്താലും എവിടെ വേണമെങ്കിലും നമുക്ക് ഓടാൻ സമയമുണ്ട്. നമുക്ക് ദൈവത്തോടൊപ്പം ഒറ്റയ്ക്കിരിക്കണം. പക്ഷെ ഏകാന്തത ഇഷ്ടമില്ലെന്നേ. ഏകാന്തത വേണ്ട, ഒറ്റയ്ക്കിരിക്കണം. എങ്ങനെ സാധിക്കും? രണ്ടും ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൈവത്തോടൊപ്പം ഒറ്റയ്ക്കായിരിക്കണം. പ്രസംഗം കേൾക്കുന്നുണ്ട്, പക്ഷേ അവരോട് ചോദിക്കുകയാണ്, ഡിഡ് യു ഹാവ് എ ക്വയറ്റ് ടൈം അലോൺ? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒറ്റയ്ക്കിരുന്ന്, ഒരു ഫോണും ഇല്ലാതെ, ഒരു കോൾസും ഇല്ലാതെ, ഒരു വ്യക്തികളോട് സംസാരിക്കാതെ, ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതെ അവിടെ ഏകാന്തതയിൽ ഇരിക്കുവാൻ എത്ര വ്യക്തികൾക്ക് ഇഷ്ടമുണ്ടെന്ന്. യേശു തനിച്ചായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇന്ന് പലർക്കും ഏകാന്തത വേണ്ട. ഏകാന്തത വേണ്ട പോട്ടെ, ഏകാന്തത ഒരു ഭയമാണ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ നിശബ്ദതയെ നാം ഒഴിവാക്കുകയാണ്. എപ്പോഴും ഫോൺ കോൾസ്, ടെലിവിഷന്, പാട്ട്, വർത്തമാനം, എന്തെങ്കിലും വേണം നമുക്ക്, ഒരു ആക്ടിവിറ്റി. കാരണം നിശബ്ദതയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടി വരും. പലർക്കും ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവത്തെ കേൾക്കാൻ സമയം കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സമയം കൊടുക്കുന്നില്ല. അപ്പോൾ മലമുകളിലേക്ക് കയറണം. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ താഴ്വരയിൽ ജീവിക്കാൻ എളുപ്പമാണ് നമുക്ക്. എന്താ കാരണമെന്നറിയാം? മലമുകളിൽ കയറാൻ പരിശ്രമം വേണം, ഒരു എഫേർട്ട് ഇടണം. പക്ഷെ താഴേക്ക് ഇറങ്ങാൻ പരിശ്രമം വേണ്ട. ഇത് തന്നെയാണ് ആത്മീക രഹസ്യം. ആത്മീയ ജീവിതം അതുപോലെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു അച്ചടക്കം വേണം, പ്രാർത്ഥനയ്ക്ക് ഒരു ത്യാഗം വേണം, ഒരു സാക്രിഫൈസ്. എന്തെങ്കിലും മാറ്റിവെച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ത്യാഗം,
ഒരു സാക്രിഫിഷ്യൽ ലൈഫ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരു തീരുമാനം വേണം. വളരെ വ്യക്തികൾ പറയും നാളെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. പക്ഷെ ആ നാളെ ഒരിക്കലും വരാറില്ല. യേശു വെറുതെ ശ്രമിച്ചില്ല കേട്ടോ. യേശു ആഗ്രഹിച്ചത് ചെയ്തു, ആഗ്രഹിച്ചത് പൂർത്തീകരിച്ചു. യേശു മലമുകളിൽ കയറി. അടുത്ത ഭാഗം പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷേ പ്രതിഫലങ്ങൾ ഒന്നും കാണുന്നില്ല കേട്ടോ. പലരും പ്രാർത്ഥനയെ ഉപേക്ഷിക്കുന്നത് ഉടൻ ഒരു ഉത്തരം ലഭിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, യേശു മലയിൽ പ്രാർത്ഥിക്കുവാൻ മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ കടലിൽ കൊടുങ്കാറ്റിനോട് പോരാടുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ആ കാര്യം. അവരുടെ പോരാട്ട സമയത്ത് യേശു പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാകത്തില്ല. നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നോക്കുമ്പോൾ ശിഷ്യന്മാർ വള്ളത്തിലേക്ക് പോവുകയാണ്. പക്ഷെ 23-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ യേശു മലമുകളിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാർ തിരമാലകളെ നേരിട്ടു. ഒരു വ്യത്യാസം, കോൺട്രാസ്റ്റിംഗ് റിസൾട്ട്സ് നോക്കണം. 22-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ വള്ളത്തിലേക്ക് പോയി. യേശു പിതാവിനെ തേടുകയാണ്. ചിലപ്പോൾ നാം കൊടുങ്കാറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക ചെയ്യുന്നത്. പക്ഷെ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കൊടുങ്കാറ്റിനെ ജയിക്കണമെങ്കിൽ ആദ്യം പ്രാർത്ഥനയുടെ മലമുകളിൽ കയറണം. പത്രോസാണ് വെള്ളത്തിന്മേൽ നടന്നത്. അപ്പോൾ എനിക്ക് ധൈര്യമായി നിൽക്കണം, എനിക്ക് വിശ്വാസത്തോടെ നിൽക്കണം. പക്ഷെ സാഹചര്യങ്ങൾ ശക്തമായി എന്റെ എതിരെയാണ്. 24-ാമത്തെ വാക്യം, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പറയാറുണ്ട്, ഞാൻ ശക്തനായി നിൽക്കും, ഞാൻ ശക്തമായി നിൽക്കും, ഞാൻ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കും. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം കുലുങ്ങുകയാണ്, വിശ്വാസം പതറുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരും പരിചയസമ്പന്നരായ വ്യക്തികളായിരുന്നു. ഡോണ്ട് ഫർഗെറ്റ്, അവര് ഫിഷർമെൻ ആയിരുന്നു. അവർക്ക് നല്ലപോലെ എല്ലാം അറിയാം. എന്നാൽ ആ രാത്രിയിലെ കാറ്റ് അവരുടെ കഴിവുകളെക്കാളും ശക്തമായിരുന്നു. അവരുടെ എക്സ്പെക്ടേഷൻസിനേക്കാളും കൂടുതലായ ശക്തമായ കാറ്റായിരുന്നു, കൊടുങ്കാറ്റായിരുന്നു. ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ശക്തിയേക്കാൾ വലുതാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ അതിരിനേക്കാളും കൂടുതലാണ്. അവിടെ നിന്നാണ് ദൈവാശ്രയം ആരംഭിക്കുന്നത്. ഒന്നും സാധിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ ആശ്രയം നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എനിക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണം, പക്ഷേ തിരമാലകൾ തുടർച്ചയായി വരുന്നു. എനിക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണം, പക്ഷേ തിരമാലകൾ തുടർച്ചയായി വരികയാണ്. ഒരു തിരമാല വന്നാൽ നമുക്ക് സഹിക്കാം കേട്ടോ. പക്ഷേ തിരമാലയ്ക്ക് പിന്നാലെ തിരമാല വന്നാൽ എന്ത് സംഭവിക്കും? എങ്ങനെ നമ്മൾ പ്രതികരിക്കും? അത് ഹൗ ഡു യു തിങ്ക് വി ക്യാൻ ഫേസ് ദാറ്റ്? ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് മറ്റൊരു പ്രശ്നം, എല്ലാം കഴിഞ്ഞു ശാന്തമായെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രശ്നം. അപ്പോഴാണ് പലരും പറയുന്നത്, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഐ എം ഫൈറ്റിംഗ് ഹെവി വേവ്സ്. തുടർച്ചയായ കൊടുങ്കാറ്റ്. ഒരു തിരമാലയല്ല എൻ്റെ ജീവിതത്തിലെ ചില യുദ്ധങ്ങൾ ഒരു ദിവസത്തെ യുദ്ധമല്ല, ഒരു മാസത്തെ യുദ്ധമല്ലായിരിക്കും. ചില യുദ്ധങ്ങൾ മാസങ്ങൾ പോലും പോവും, വർഷങ്ങളായും നീളുമായിരിക്കും. അപ്പോഴാണ്, ആ സമയത്താണ് ക്ഷമയും സ്ഥിരതയും പരീക്ഷിക്കപ്പെടുന്നത്. എത്രമാത്രം വിശ്വാസം നമ്മൾക്കുണ്ട് എന്നും ഒരു ടെസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് ആണ്. എനിക്ക് മുന്നോട്ട് പോകണം, പക്ഷേ എതിർക്കാറ്റ് ഉണ്ട്. വേദപുസ്തകം നോക്കുമ്പോൾ നമുക്കറിയാം, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരമാലകളാൽ വലഞ്ഞിരുന്നു. A strong wind had risen. കാറ്റ് അവിടെ പിന്നാലെയല്ലായിരുന്നു, കാറ്റ് എതിരെയായിരുന്നു. നമ്മളെല്ലാവരും ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ വൈകുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ കാര്യങ്ങൾ ഒന്നും സാധിക്കുന്നില്ല, സംഭവിക്കുന്നില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തടസ്സങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
മുന്നോട്ട് പോകാൻ നോക്കുകയാണ്, പക്ഷെ വാതിലുകളെല്ലാം അടയുകയാണ്. അയ്യോ ദൈവമേ, എന്താ ഇത്? എതിർക്കാറ്റ് ഉണ്ടതുകൊണ്ട് വഴി തെറ്റിയെന്നല്ല കേട്ടോ. ഇവരുടെ ജീവിതത്തിൽ അവരെ തെറ്റിയത് കൊണ്ടല്ല ഈ എതിർക്കാറ്റ് വന്നത്. ശിഷ്യന്മാര് ശരിയായ വഴിയിലായിരുന്നു. കൊടുങ്കാറ്റ് വരുന്നത് കൊണ്ട് നിങ്ങൾ പാപത്തിലാണെന്നുള്ളതല്ല. നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ, നിങ്ങൾക്ക് യേശുവിനെ അറിയാമെങ്കിൽ ഒരു കാര്യം ഓർക്കണം, യേശു നിങ്ങളുടെ പടകിലുണ്ട്, യേശു നിങ്ങളുടെ കൂടെയുണ്ട്, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശിഷ്യന്മാർ ശരിയായ വഴിയിലായിരുന്നു, എന്നാൽ കാറ്റ് എതിരെയായിരുന്നു. ചിലപ്പോൾ എതിർപ്പുകൾ ദൈവം നമ്മളെ ഉപേക്ഷിച്ചെന്നുള്ളതിന്റെ തെളിവല്ല കേട്ടോ. ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നതിന്റെ ഒരു തെളിവാണ്. ഇബ്രായരുടെ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, പിതാവ് തന്റെ മക്കളെ ശിക്ഷിക്കുകയും പരിശീലിക്കുകയും ചെയ്യും. വിശ്വാസം എന്തെന്ന് പഠിപ്പിക്കും. ആവർത്തന പുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത്, നിന്നെ ഞാൻ ഹംബിൾനെസ് എന്താ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി നിന്നെ 40 സംവത്സരം നിന്നെ നടത്തി. നിനക്ക് എത്രമാത്രം ദൈവത്തെ അറിയാമെന്നുള്ള ഒരു ടെസ്റ്റിംഗ് മൂമെന്റ് ആണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ, ഈ എതിരെ വരുന്ന കാറ്റുകൾ, ഈ എതിരെ വരുന്ന ശത്രുക്കൾ നമ്മൾക്ക് നേരിടണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു സൊല്യൂഷനേ ഉള്ളൂ അതിന്. The solution is that you and me start praying. ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി ശക്തിയെ ദൈവം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിട്ടുകൊടുക്കാൻ പാടില്ല. അടുത്ത ഭാഗം, എനിക്ക് പോരാടണം, പക്ഷേ ഞാൻ ക്ഷീണിച്ചു പോവുകയാണ്. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ഏത് സമയത്തും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ രാത്രിയിൽ ശിഷ്യന്മാർ മണിക്കൂറുകളോളം പോരാടി. എത്ര ശ്രമിച്ചാലും കര കാണുന്നില്ല. ഇന്ന് പല വിശ്വാസികളുടെയും അവസ്ഥ ഇതാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാത്തിരിക്കുകയാണ് ഒരു അത്ഭുതത്തിന് വേണ്ടി, ഞാൻ കാത്തിരിക്കുകയാണ് ഒരു സൊല്യൂഷന് വേണ്ടി, ഞാൻ കാത്തിരിക്കുവാണ് എൻ്റെ ഭവനത്തില്, എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനത്തിന് വേണ്ടി, ഞാൻ കാത്തിരിക്കുവാണ് എൻ്റെ പങ്കാളിയുടെ ജീവിതം മാറുവാൻ വേണ്ടി, ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ശത്രു കൂടുതൽ വന്ന് പ്രവർത്തിച്ചെന്നിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ ഞാൻ ക്ഷീണിച്ചു പോവുകയാണ്. എനിക്ക് ശക്തിയില്ലാതെ പോവുകയാണ്. എൻ്റെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് അത്തരം സമയങ്ങളിൽ ഓർക്കുക, യേശു അവരെ മറന്നില്ല കേട്ടോ. യേശു അവരെ മറന്നില്ല. യേശു നിങ്ങളെ മറക്കത്തില്ല. യേശു എന്നെ മറക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവമേ, എൻ്റെ വിശ്വാസം ഒരിക്കലും പതറാതെ നിന്നിൽ ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ, ദൈവമേ എന്നെ ശക്തീകരിക്കണമേ എന്നാ പ്രാർത്ഥിച്ചത്. യേശു അവരെ മറന്നില്ല. യേശു മലമുകളിൽ നിന്ന് അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ യേശുവിനെ കാണുന്നില്ല, അവർ യേശുവിനെ കണ്ടില്ല. ശിഷ്യന്മാർ യേശുവിനെ കണ്ടില്ല, പക്ഷെ യേശു അവരെ കണ്ടു. നമ്മൾ ദൈവത്തെ കാണാത്ത സമയങ്ങളിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രം കഷ്ടപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പിതാവ് ഒരിക്കലും സന്തുഷ്ടനല്ല. ഹി ഈസ് നോട്ട് ഹാപ്പി. എനിക്കറിയാം, 100% അറിയാം, ചില വ്യക്തികളോട് പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന്. നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് പ്രശ്നമെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ ദൈവത്തെ കാണാത്ത സമയത്തിലും ഓർക്കണം, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഓർക്കണം, നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് കരയുമ്പോഴും നിങ്ങളുടെ പിതാവായ സർവശക്തനായ യഹോവ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറപ്പാടിന്റെ 3-ാമത്തെ അധ്യായത്തിലെ ഇസ്രായേൽ ജനങ്ങളെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മിസ്രൈമില്. അവര് കരയുകയാണ്. അവര് ഭയങ്കരമായ പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് മോശയോട് പറയുകയാണ്, ഐ ഹാവ് സീൻ ദ മിസറി ഓഫ് മൈ പീപ്പിൾ.
എന്റെ ജനങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു. ദൈവം കണ്ടു. പക്ഷെ ദൈവം കാണുക മാത്രമല്ല, ഐ ഹാവ് ഡിസൈഡഡ് ടു കം ഡൗൺ. ദൈവം ഇറങ്ങി വന്ന് നിങ്ങളുടെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. മത്തായിയുടെ ഈ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു മലമുകളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. 24-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ പോരാടുകയാണ്. അവർ കരുതിയിരിക്കാം, നമ്മൾ ഒറ്റയ്ക്ക, ഈ കൊടുങ്കാറ്റ് എന്തോ പറ്റും. പക്ഷെ അവർ ഒറ്റയ്ക്കല്ലായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മലമുകളിൽ ഒരു രക്ഷകനുണ്ടായിരുന്നു. ഓർക്കണം, റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്, ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ ഇന്റർസീഡിംഗ്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യേശുവുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം തിരമാലകളോട് പോരാടുമ്പോൾ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വളരെ വ്യക്തികൾ പറയും, എനിക്ക് ജീവിതത്തിലെ കാറ്റിനെയും തിരമാലകളെയും നേരിടണം, പക്ഷേ എനിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, പക്ഷേ എനിക്ക് മുന്നോട്ട് പോകണം. പക്ഷേ ഇന്ന് കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാറ്റ് ശക്തമായിരിക്കാം, തിരമാലകൾ വലുതായിരിക്കാം, രാത്രി നീണ്ടതായിരിക്കാം, കുറെ മണിക്കൂറുകൾ നമ്മുടെ ക്ലോക്ക് ടിക്ക് ചെയ്യുന്നത് വരെയും സ്ലോ ആയിട്ട് തോന്നിയെന്നിരിക്കാം. എന്നാൽ അവയേക്കാൾ വലുതാണ് നമ്മുടെ കർത്താവ്. ശിഷ്യന്മാരുടെ വിജയം കൊടുങ്കാറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല. അതല്ല. കൊടുങ്കാറ്റിനിടയിലും അവർ യേശുവിന്റെ വരവിനെ, യേശുവിന്റെ ആ മുഖം അനുഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഓർക്കണം, എനിക്ക് നേരിടണം. പക്ഷേ എന്നിടത്ത്, ആ പക്ഷേ വരുന്നിടത്ത് വിശ്വാസം നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പക്ഷയ്ക്ക് പകരം കാരണം പറയണം. എന്താ കാരണം? യേശു എനിക്കൊപ്പമുണ്ട്, എനിക്ക് യേശു കൂടെയുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കണം, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. അതിനു പകരം പ്രാർത്ഥിക്കണം. കാരണം യേശു എന്റെ രക്ഷിതാവാണ്. എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വചനം അറിയണം, വചനം വായിക്കണം. എന്തുകൊണ്ടെന്നാൽ കാരണം എനിക്ക് യേശുവിനെ അറിയണം. യേശു നമുക്ക് ആത്മീകമായ ശക്തി തരികയാണ് ചെയ്യുന്നത്. ഒരു പഴയ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു. ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ആ പാട്ടിൽ തന്നെയുണ്ട്, ആവശ്യഭാരങ്ങളാൽ ഞാൻ ആകുലനായിടുമ്പോൾ, ആവശ്യഭാരങ്ങളാൽ ഞാൻ ആകുലനായിടുമ്പോൾ തന്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏതവസ്ഥയിലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവം. രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും. അത് ചിന്തിച്ചു നോക്കിയാൽ, വെള്ളത്തിൽ അങ്ങോട്ട് വീഴുമ്പോൾ എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്, എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത സ്റ്റാൻസ, ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടിയാകാതെ, ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടിയാകാതെ എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശു അരികിലുണ്ട്, എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശു അരികിലുണ്ട്. എനിക്ക് തിരുവെഴുത്തുകൾ കൂടുതൽ പഠിക്കണം, വെളിപ്പാടുകൾ ലഭിക്കണം, എനിക്ക് വിശ്വാസത്തിൽ വളരണം. പക്ഷേ 25-ാമത്തെ വാക്യം, രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിൽ മേൽ നടന്നു, അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിൽ മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അത് ഒരു ഭൂതം എന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കേണ്ട
എന്ന് പറഞ്ഞു. ഞാനാകുന്നു, പേടിക്കേണ്ട. ഈ സംഭവത്തിൽ ഒരു വലിയ ആത്മീകമായ പാഠമുണ്ട്. ശിഷ്യന്മാർ വർഷങ്ങളായി യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും അത്ഭുതം കണ്ടിരുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിരുന്നു. എന്നിട്ടും യേശു അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അവർ പറഞ്ഞു, അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. വെളിപ്പാടില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനവും ദൈവത്തിന്റെ സാന്നിധ്യവും തെറ്റായി മനസ്സിലാക്കും നമ്മൾ. യേശുവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ വരെയും സാധ്യതയുണ്ട്. യേശു തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. കാരണം അവരുടെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞിരുന്നു. ഇന്നും പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ നാം തിരിച്ചറിയുന്നില്ല. എന്താ കാരണം? ദൈവവചനത്തിൽ ആഴമില്ല, ആത്മീയ വിവേകം കുറവാണ്, ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി കുറവാണ്. സാഹചര്യങ്ങളെയാണ് കൂടുതൽ നോക്കുന്നത്. സാഹചര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഹൃദയം വെച്ചിട്ടുള്ളത്. ലോകത്തിലാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ നാം പറയുന്നത് എന്താ? ഇതെന്താണ് സംഭവിക്കുന്നത്? എല്ലാ വിശ്വാസികളും പറയും കേട്ടോ, എനിക്ക് വചനം കൂടുതൽ പഠിക്കണം, എനിക്ക് കൂടുതൽ വെളിപ്പാട് വേണം, എനിക്ക് വിശ്വാസത്തിൽ വളരണം. പക്ഷേ സമയമില്ല, തിരക്കാ, പിന്നെ വായിക്കാമെന്ന്. കുറച്ചുനാൾ കഴിഞ്ഞ് റിട്ടയർഡ് ആയി കഴിഞ്ഞ് വായിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒഴിവാക്കും. പക്ഷെ ഈ വാക്ക്, പക്ഷേ എന്ന വാക്ക് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഒരു തടസ്സമാണ്. വചനം പഠിക്കാത്തപ്പോൾ ഭയം വിശ്വാസത്തെ റീപ്ലേസ് ചെയ്യുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം കയറി വരുമ്പോൾ വിശ്വാസം കൂടും. എന്നാൽ തിരിച്ചു പറയട്ടെ, വചനം കുറയുമ്പോൾ ഭയം കൂടും. വചനം കൂടുമ്പോൾ സംശയങ്ങൾ മാറും. വചനം കുറയുമ്പോൾ സംശയം കൂടും. ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ടും ഭയപ്പെട്ടു. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസത്തെക്കാൾ ഭയം ശക്തമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. ദൈവം അടുത്തു വന്നെങ്കിലും നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. കാരണം വിശ്വാസത്തിൽ നമ്മൾ വളരുന്നില്ല. വെളിപ്പാട് ലഭിച്ചാൽ ഭൂതമെന്ന് തോന്നിയത് എങ്ങനെ? ആദ്യ നോട്ടത്തിൽ, ഒറ്റ നോട്ടത്തിൽ അത് ഭൂതമായി. അല്പസമയത്തിന് ശേഷം അത് കർത്താവായി മാറി. എന്താണ് ഇവിടെ സംഭവിച്ചത്? യേശു അത് തന്നെ അല്ലായിരുന്നോ? യേശു അതേ സ്ഥാനത്തല്ലായിരുന്നോ? ആദ്യം യേശുവിനെ കണ്ടപ്പോൾ എങ്ങനെ ഭൂതമായി? രണ്ടാമത് കണ്ടപ്പോൾ ഇത് കർത്താവാണെന്ന് എങ്ങനെ മനസ്സിലായി? യേശു മാറിയില്ല, അവരുടെ മനസ്സിലാക്കൽ മാറി. വചനം വായിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യം മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പിന്നീട് വ്യക്തമായി മനസ്സിലാകും. ആദ്യം ഭയപ്പെടുത്തിയ സാഹചര്യങ്ങളിൽ പിന്നീട് ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾക്ക് അനുഭവിക്കുവാനും കാണുവാനും സാധിക്കും. ശിഷ്യന്മാരുടെ പ്രശ്നം യേശു ദൂരെയായിരുന്നതിലല്ല, യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നതാണ്. ഇന്ന് പലരും അതുതന്നെയാണ്. ബൈബിള് പഠിക്കണം, നമുക്ക് വെളിപ്പാട് വേണം, വിശ്വാസത്തിൽ വളരണം. പക്ഷെ കാരണം നമുക്ക് കണ്ടുപിടിക്കണം. കാരണം എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയണം, എനിക്ക് വെളിപ്പാട് വേണം, കുറച്ച് കൂടുതൽ വേണം. കാരണം എന്റെ ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഉള്ളതായ ഒരു മാർഗം എനിക്ക് കണ്ടുപിടിക്കണം. എനിക്ക് വിശ്വാസത്തിൽ വളരണം. കാരണം എന്റെ ദൈവത്തെ കൂടുതൽ അറിയുവാനും എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നേരിടുവാനും എന്റെ ദൈവം സഹായിക്കുമെന്നുള്ള വിശ്വാസം. അത്ഭുതം ആഗ്രഹിക്കുന്നവർ അനേകരുണ്ട്, പക്ഷെ വള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നവർ കുറവാണ്. ശരിയല്ലേ? ഇറങ്ങുന്നവർ കുറവാണ്. നമ്മുടെ 28-ാമത്തെ വാക്യം തൊട്ട് നോക്കുകയാണെങ്കിൽ അതിന് പത്രോസ്, കർത്താവെ നീ ആകുന്നു എങ്കിൽ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് യേശു പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസ് മറ്റുള്ളവർ കാണാത്ത ഒരു സാധ്യത കണ്ടു. വള്ളം ഒരു വളരെ ബ്യൂട്ടിഫുൾ സിമ്പിളാണ്. ഇവിടെ ഒരു പരിചിതമായ സ്ഥലമാണ് പത്രോസിന്. ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണ് വള്ളം. അപകട സാധ്യത കുറവുള്ള ഒരു സ്ഥലമായി വള്ളം.
എന്നാൽ യേശു വള്ളത്തിലായിരുന്നില്ല, അവൻ വെള്ളത്തിന്മേലായിരുന്നു. ഈ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് പോകണമെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ല. ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഒരു അൺകംഫർട്ടബിൾ സോണ്. വള്ളത്തിൽ കംഫർട്ട് സോണാ, വള്ളത്തിൽ സുരക്ഷിതമായ സ്ഥലം, വള്ളത്തിൽ ഒരു ചാലഞ്ചസും ഇല്ലാത്ത ഒരു സ്ഥലം. പക്ഷെ വെള്ളത്തിന്മേൽ നടക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം. ഇന്ന് വളരെ വ്യക്തികൾ വള്ളത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, ഗോഡ് യൂസ് മീ. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് സാക്ഷ്യം പറയണം, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ലെന്നേ. എനിക്ക് സുവിശേഷം പറയണം, പക്ഷേ പറ്റുന്നില്ലെന്നേ. ഈ വള്ളത്തിലിരുന്ന് ആഗ്രഹിക്കാം. പത്രോസ് പറഞ്ഞു, യേശുവെ എന്നെ നീയാണ് വിളിക്കുന്നതെങ്കിൽ, if it is you who is calling me, I am willing to walk on the water. In other words, I am willing to be in that uncomfortable position because you are with me. നീ എൻ്റെ കൂടെ ഉണ്ട്. വള്ളത്തിൽ ഇരിക്കുന്നവർക്ക് തിരമാലകൾ മാത്രം കാണാമായിരുന്നു. പക്ഷേ വള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം. എന്താണെന്നറിയാമോ? വള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് യേശുവിന്റെ ആ ശക്തി, അതിശക്തി, അത്ഭുതകരമായ കരങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. ഭയം നമ്മുടെ വളരെയധികം പക്ഷേ എന്ന വാക്കുകളെ സൃഷ്ടിക്കുകയാണ്. അവർ ഭയപ്പെട്ട് നിലവിളിച്ചു. ഭയം മനുഷ്യന്റെ വലിയൊരു ശത്രുവാണ്. ഭയം പറയുന്നത് നീ പരാജയപ്പെടും, 100% പരാജയപ്പെടും പത്രോസേ. അല്ലെങ്കിൽ ആളുകൾ എന്തു പറയും, അയ്യോ വിട്ടേക്കെന്നേ, നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ എന്തിനാ ചെയ്യാൻ പോകുന്നത്, ഇത് നിന്റെ ജോലിയാണോ പത്രോസേ? പത്രോസിനും ഭയമുണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ പത്രോസും ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലായിരുന്നു. ഭയമുണ്ടെങ്കിലും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നതാണ് ധൈര്യം, വിശ്വാസം. പലരും ജീവിതകാലം മുഴുവൻ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം അവർ ഭയത്തെ വിശ്വാസത്തെക്കാൾ വലുതായി കാണുകയാണ്. എന്നാൽ വിശ്വാസം പറയുന്നത് കൊടുങ്കാറ്റ് വലുതായിരിക്കാം, പക്ഷെ എന്റെ കർത്താവ് അതിലും വലുതാണ്. എന്റെ കർത്താവ് അതിനേക്കാളും വലുതാണ്. He's bigger than mountains. He's bigger than any problems. He's bigger than any questions. എല്ലാ ചോദ്യങ്ങളെക്കാളും ഉപരിയായ, എല്ലാ ക്വസ്റ്റ്യൻസിനേക്കാൾ ഉപരിയായ എന്റെ തമ്പുരാനുണ്ട്. ശ്രദ്ധ യേശുവിൽ നിന്ന് മാറുമ്പോൾ പക്ഷേ തുടങ്ങുകയാണ്. നോക്കിയ വാക്ക്, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. പത്രോസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നടക്കുകയായിരുന്നു. അസാധ്യമായ ഒരു കാര്യം, ഒരു അൺബിലീവബിൾ എക്സ്പീരിയൻസിൽ കൂടി ഇങ്ങനെ പത്രോസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം അവന്റെ ശ്രദ്ധ യേശുവിൽ നിന്ന് കാറ്റിലേക്ക്, ആ തിരമാലകളിലേക്ക് മാറി. അതാണ് പത്രോസിന്റെ പ്രശ്നം. അതാണ് പല വിശ്വാസികളുടെയും പ്രശ്നം. വിശ്വാസത്തിൽ കൂടെ, ആ അനുഭവത്തിൽ കൂടെ, ആ മേഖലയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൾ യേശുവിൽ പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു നിമിഷത്തേക്ക് ആ കണ്ണ് മാറ്റി നമ്മുടെ സാഹചര്യത്തിലോട്ടോ ലോകത്തിലോട്ടോ നോക്കുമ്പോൾ നമ്മൾ പതറിപ്പോവും, നമ്മൾ മുങ്ങിപ്പോകും. ആ സമയത്ത് ആ വിശ്വാസം മാറും. അപ്പോൾ പക്ഷേ ആരംഭിക്കും. പത്രോസ് ആദ്യം പറഞ്ഞു കാണും, ഞാൻ വെള്ളത്തിന്മേൽ നടക്കുകയാ, കാരണം എന്നെ യേശു വിളിക്കുന്നു. ഈ പത്രോസ് തന്നെ പറഞ്ഞു കാണും, യേശുവേ എനിക്ക് നടക്കണം, പക്ഷെ ഈ കൊടുങ്കാറ്റ് ദൈവം വലിയവനാ. പക്ഷേ എൻ്റെ പ്രശ്നം, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ പത്രോസിനെ മുങ്ങിച്ചത് കാറ്റല്ല കേട്ടോ, അവന്റെ ശ്രദ്ധ മാറിയതാ. നമ്മളെ മുക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളല്ല, നമ്മുടെ ശ്രദ്ധ മാറുമ്പോഴാണ്. പരാജയത്തിന്റെ ഭയം പലരെയും തടയുകയാണ്. പത്രോസ് മുങ്ങി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, മുങ്ങിയത് പത്രോസ് മാത്രമായിരുന്നു. കാരണം നടക്കാൻ ശ്രമിച്ചതും പത്രോസ് മാത്രമായിരുന്നു. മറ്റ് 11 പേര് മുങ്ങിയില്ല. കാരണം എന്താ? അവരെ പടകിൽ തന്നെയായിരുന്നു. ചിലർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുന്നില്ല, കാരണം അവർ ഒരിക്കലും ശ്രമിക്കുന്നുമില്ല. ദൈവം ശ്രമിക്കുന്നവരെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരെ എങ്ങനെ ഉപയോഗിക്കും ദൈവം?
അതുകൊണ്ട് ഡോണ്ട് ബി ഫ്രൈറ്റൻഡ് ആൻഡ് അഫ്രെയ്ഡ് ഓഫ് ഫെയിലിയേഴ്സ്. ഒരു പടി മുന്നോട്ട് വെക്കുന്നവരെയാണ് യേശുവിന് ഇന്ന് വേണ്ടിയത്. ആ മുന്നോട്ട് വെക്കുന്നവരാണ് യേശുവിന്റെ കരങ്ങൾ, അത്ഭുതങ്ങൾ അനുഭവപ്പെടുവാൻ സാധിക്കുന്നത്. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് മുങ്ങുമ്പോൾ യേശു അകലെയായിരുന്നില്ല, അവൻ അടുത്തായിരുന്നു. പത്രോസ് ഒരു പടി ഇറങ്ങിയത് കൊണ്ടാണ് യേശുവിൻ്റെ ആ കയ്യ്, ആ കരങ്ങൾ അത്ഭുതം അനുഭവിക്കുവാൻ സാധിച്ചത്. വള്ളത്തിൽ ഇരിക്കുന്നവർക്ക് യേശുവിൻ്റെ കൈയുടെ ആ അനുഭവം ലഭിച്ചില്ല. ഇന്ന് ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്ന് കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ക്രൂശിന്റെ മറവിൽ ഇരുന്ന് ഞാനൊന്ന് അനുദപിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ വചനം വായിച്ചൊന്ന് അനുസരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നതിന് പകരം, ദൈവമേ എന്നെ നീ സഹായിക്കണമേ, ഈ പക്ഷികൾ എടുത്തു മാറ്റി, കാരണം ഞാൻ വേദപുസ്തകം വായിക്കും, കാരണം എന്റെ ദൈവത്തെ കൂടുതൽ അറിയണം, ഞാൻ പ്രാർത്ഥനയിൽ മുന്നേറും, കാരണം എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും, എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവമേ, ഞങ്ങൾ ഈ പക്ഷയിൽ നിന്ന് കർത്താവെ മാറി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാതെ എനിക്ക് കഴിഞ്ഞു ദൈവമേ, എനിക്ക് കഴിഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ മുന്നേറി, ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.